സോ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇനി നേരെ അഹമ്മദാബാദ് ഹെറിറ്റേജ് വാക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇതൊരു മന്ദിർ ടു മസ്ജിദ് വാക്കാണ്. ഏകദേശം 2 കിലോമീറ്റർ ടു 3 കിലോമീറ്റർ ദൂരമുണ്ട്. നമ്മൾ ജമാ മസ്ജിദാണ് ഫസ്റ്റ് വിസിറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നേരെ റിട്ടേൺ സ്വാമിനാരായൺ ടെമ്പിളിൻ്റെ അടുത്തേക്ക് പോകും. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ കുറേ ഹിസ്റ്റോറിക്കൽ പോൾസ് കവർ ചെയ്യുന്നുണ്ട്. അതായത് റെസിഡൻഷ്യൽ സ്ട്രീറ്റ്സുകളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ജുമാ മസ്ജിദും ഇതൊക്കെ കവർ ചെയ്യുന്നത് നമ്മളൊരു ഓൾഡ് സിറ്റിയിലാണ് അഹമ്മദാബാദിൻ്റെ. അപ്പോൾ അത് കൂടെ നടന്ന് എങ്ങനെയുണ്ടോ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കും. ഇതാണ് അഹമ്മദാബാദിലെ ഓൾഡ് സിറ്റി. ഏകദേശം നമ്മളെ മിഠായി തെരുവ് പോലെയൊക്കെയാണ്. നല്ല കൺജസ്റ്റഡ് ആണ്, നല്ല തിരക്കാണ്. ഇപ്പോൾ കുറച്ച് നേരത്തെ അവിടെ പോലീസുകാരൊക്കെ ഉള്ളതുകൊണ്ടാണ് വീഡിയോ എടുക്കാഞ്ഞത്. അവിടെ നല്ല തിരക്കായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് കാർ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിന്ന് എക്സിറ്റ് ചെയ്തിട്ട് ഇതിനെ യു ടേൺ എടുത്ത് വന്ന് ഇവിടെ ഒരു കാർ പാർക്കിംഗ് ഉണ്ട്. അവിടെ കാർ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സിറ്റി ടൂറിന് വേണ്ടിയിട്ട് ഇറങ്ങും. അപ്പോൾ ഞങ്ങള് ഇവിടെ ജുമാ മസ്ജിദിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. നല്ല ക്രൗഡാണ്. അവിടെ പാർക്കിംഗ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫായ്സ് വണ്ടി കൊണ്ട് പോയിട്ടുണ്ട്. ഞങ്ങൾ ഇതിന്റെ ഉള്ളിൽ നിന്ന് കയറിയിട്ട് ഇതിന്റെ അവസ്ഥകളൊക്കെ എന്താ നോക്കട്ടെ. ഇതാണ് നമ്മളെ ജുമാ മസ്ജിദ്. ഇത് ഏകദേശം 14th സെഞ്ചുറിയിലാണ് ഉണ്ടാക്കിയത്. 14th അല്ല, 15th സെഞ്ചുറി, 1424 അങ്ങനെ എന്താണ് ഗൂഗിൾ അമ്മായി പറഞ്ഞത് കേട്ടോ. അപ്പോ സുൽത്താൻ അഹമ്മദ് ഷാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അന്നത്തെ കാലത്ത് നമ്മളെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു മസ്ജിദായിരുന്നു ഇത്. പിന്നെ അതിന്റെ ബ്രിക്സ് ഒക്കെ കണ്ടോ, നല്ല രസമായി. യെല്ലോ ഗോൾഡൻ സ്റ്റോണിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അതിന്റെ കൊത്തുപണികളും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട് കാണാൻ അല്ലേ. 1400 സംതിങ്ങിലാണ് ഈ വർക്ക് ചെയ്തിട്ടുള്ളതെന്ന് പറയുമ്പോ ഞങ്ങള് ജുമാ മസ്ജിദ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കുറേ നടന്ന് റാണിനോ ഹസീറോ എന്നുള്ള സ്ഥലത്തെത്തി. ഇതാണ് റാണിനോ ഹസീറോ. അഹമ്മദ് ഷായുടെ ഭാര്യമാരുടെ ശവകുടീരങ്ങളാണ് ഇവിടെ ഉള്ളത്. റാണി കി ഹസീറ. മുഗളായി ബീവിയുടെ ശവകുടീരമാണ് ഈ കാണുന്നത്. ഇവിടെ കുറേ ക്യൂൻസിൻ്റെ ശവകുടീരങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ശവകുടീരമാണിത്. ഇത് മുഹമ്മദ് ഷാ രണ്ടാമൻ്റെ ഭാര്യയാണ് ഈ മുഗളായി ബീവി എന്ന് പറഞ്ഞ ആൾ. പിന്നെ മാത്രമല്ല, ഈ ശവകുടീരങ്ങളുടെയൊക്കെ ചുറ്റും മുത്തുകൾ കൊണ്ടും പിന്നെ ഡയമണ്ട്സ് കൊണ്ടൊക്കെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഈ നമ്മളെ ഗൈഡ് പറയുന്നത്. പക്ഷെ അതൊക്കെ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ലൂട്ട് ചെയ്ത് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ഈ റാണിനോ ഹസീറ എന്നുള്ളത് ഒരു ശവകുടീരാണെങ്കിലും ഇതിൻ്റെ ഉള്ളിലുള്ള കൊത്തുപണികളും ഒക്കെ കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ 38 ജനാലകളുണ്ട് ഇതിൽ. അപ്പോൾ ഓരോ ജനാലകളും ഓരോ ഷേപ്പിലും ഓരോ ചിത്രപ്പണികളിലൂടെയാണ് ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊക്കെ നമ്മളെ ഗൈഡ് പറഞ്ഞെന്ന കാര്യമാണ്. പുള്ളി ഹിന്ദിയിൽ പറഞ്ഞതുകൊണ്ട് നമ്മളൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയണമെന്നേ ഉള്ളൂ. അപ്പോൾ ഓരോ ജനാലകളും നോക്കിയാൽ കാണാം, എല്ലാതും പല ഷേപ്പിലും പല കൊത്തുപണികളുമാണ്. ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ശരിക്കും നല്ല ഇൻട്രസ്റ്റിംഗ് തന്നെയാണ്. ഇതാണ് ഇന്ത്യയിലെ ഫസ്റ്റ് ഷെയർ മാർക്കറ്റ്, അഹമ്മദാബാദ് ഷെയർ മാർക്കറ്റ്. സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് അറിയോ എന്നുള്ളത് നോക്ക്. ഇതാണ് നമ്മളെ ബാദ്ഷാന്റെ ടോപ്പ്, ബാദ്ഷാ കാ ഹസീറ. അപ്പോൾ ഇതൊക്കെയാണ് അഹമ്മദാബാദിന്റെ ഓൾഡ് സിറ്റിയുടെ ഭംഗി എന്നൊക്കെ പറയാം. ഇങ്ങനെ ഹെറിറ്റേജ് റിലേറ്റഡ് ആയിട്ട് ഇങ്ങനത്തെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ കാണാനും ഹിസ്റ്ററി അറിയാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് റെക്കമെൻഡ് ചെയ്യുന്നു. അല്ലാത്ത ആൾക്കാർക്ക് ഇവിടെ വരണമെന്ന് വലിയ നിർബന്ധമില്ല. കാരണം ഒരു വാവ് ഫാക്ടർ ഒന്നും ഇവിടെ ഇല്ല. ഭയങ്കരമായൊരു വാവ് ഫാക്ടർ ഒന്നും ഇവിടെ ഇല്ല. ഹലോ, ഇപ്പം ഞങ്ങളുള്ളത് ഹരീർ നിവാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് അസർവ എന്നുള്ള സ്ഥലത്താണ് അഹമ്മദാബാദിൻ്റെ. അപ്പോൾ ഇതൊരു സ്റ്റെപ്പ് വെല്ലാണ്.
15-ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കിയതെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഞെട്ടൽ വരും. അന്നത്തെ ഒരു കിണറാണിത്. നമ്മളെ വീട്ടിലത്തെ കിണറൊന്നും ആലോചിച്ച് നോക്കിയേ. അതും വെച്ച് നോക്കുമ്പോൾ ഈ ഒരു കിണറിൻ്റെ ഒരു ഭംഗി അന്നത്തെ ആൾക്കാർക്ക് ഉണ്ടായ എന്താ പറയുക കുടിവെള്ളക്ഷാമത്തിനും ഇതിനൊക്കെ പകരമായിട്ട് അവിടുത്തെ ഒരു രാജകുടുംബത്തിൻ്റെ നേതൃത്വത്തിൽ സുൽത്താനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു അടിപൊളി സംഭവം തന്നെയാണ്. ഇതെന്തായാലും ഒരു മസ്റ്റ് വാച്ച് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഒന്നാമത് ഇതൊക്കെ കല്ലും കൊണ്ട് ഉണ്ടാക്കിയതായതുകൊണ്ടും പിന്നെ അടിയിൽ വെള്ളം ആയതുകൊണ്ടും നല്ല തണുപ്പുണ്ട്. എടാ ഇവിടെ സ്റ്റെപ്പുകളൊക്കെ ഉണ്ടടാ, കണ്ടോ? മുകളിലേക്ക് കയറി പോകാനുള്ള സ്റ്റെപ്പ് നിറച്ച് വവ്വാലുകളാണ് ഗൈസ് അവിടെ, കണ്ടോ? എല്ലാത്തിലും ഇതിൽ സ്റ്റെപ്പ് കയറി പോകാൻ നമുക്ക് കഴിയില്ല, കാരണം ഈ വവ്വാലൊക്കെ ഇളകി സ്റ്റെപ്പ് കയറി പോകാൻ നമുക്ക് കഴിയില്ല. ഈ വവ്വാലൊക്കെ ഇളകി കഴിഞ്ഞാൽ ഇളകി കഴിഞ്ഞാൽ പണിയാവും. അടിയിലേക്കുണ്ട്. അന്നത്തെ ഓരോ നിർമ്മിതികളായി പിന്നെയും പറയാം. 15-ാം നൂറ്റാണ്ടിൽ, അതായത് 1420 ആ കൊല്ലത്തിലൊക്കെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്താല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് അഹമ്മദാബാദിനോട് വിട പറയുകയാണ്. ഇവിടുത്തെ കുറച്ച് സ്ഥലം കൂടിയും കാണാനുണ്ട്. അത് നമുക്ക് സമയം ഉണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ നമ്മൾ റിട്ടേണിൽ കാണുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഹൽവാദ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ്, ഹൽവാഡ്. അപ്പോൾ ഹൽവാഡിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് ഒന്ന് ചാർജ് ചെയ്യണം. പിന്നെ നേരെ ഭൂജ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് എത്തും. ഭൂജാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ പ്ലാൻ ചെയ്യുന്നത്. അവിടെ മിക്കവാറും നല്ല ലേറ്റായിട്ടുണ്ടാവും എത്താൻ. അപ്പോൾ ഒരു റൂമോ ഹോം സ്റ്റേയോ ഏതെങ്കിലും ഒരു ഹോട്ടലോ എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെ സെർച്ചിങ്ങിലാണ് നമ്മളെ വൈറൽ സ്റ്റാർ ഫായിസ്. അഹമ്മദാബാദ് കുഴപ്പമില്ല കേട്ടോ, നല്ല സിറ്റിയാണ്. ശരിക്കും ഒരു ഓൾഡ് സിറ്റിയാണ്. 15-ാം നൂറ്റാണ്ടുകളിലുള്ള കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ, കാരണം നല്ല ബ്ലോക്കും നല്ല ചൂടും ഉള്ളതുകൊണ്ട്, പിന്നെ ഇതിനോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ കുറേ കാലം നമ്മളവിടെ നിന്നിട്ടില്ല, കുറേ നേരം നിന്നിട്ടില്ല. അപ്പം ഇനി നേരെ പോയോണ്ടിരിക്കുകയാണ്. ഇത് ഇപ്പോൾ നർമ്മദയുടെ റിവർ ഫ്രണ്ടാണിത്. നല്ല രസമുണ്ട് ഈ വഴി ഒക്കെ കാണാൻ. ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ്. സാധാരണ എല്ലാ ആൾക്കാരും വന്ന് കാണിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇത്. അപ്പം ഇനി നേരെ ഹൽവാദിലേക്ക്. ഇപ്പോൾ സമയം 3:29 നല്ല ലേറ്റ് ആയിട്ടുണ്ട്. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല ഉച്ചയ്ക്കുള്ള. പോകുന്ന വഴിക്ക് എവിടുന്നേലും കയറി കഴിക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഒരു സ്പെഷ്യൽ ഫുഡാണ് പറഞ്ഞിട്ടുള്ളത്. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഗുജറാത്തിലൊക്കെ വന്നാൽ കഴിക്കാവുന്ന ഗുജറാത്തി തളിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് ലൈക്ക് പഞ്ചാബി തളി പോലെ തന്നെയാണിത്. പിന്നെ നല്ല ടേസ്റ്റുള്ള ഫുഡാണ് ഇവിടുത്തെ. ഇത് ഹണി എന്ന് പറഞ്ഞിട്ട് ഹോണസ്റ്റ് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റാണ്. സോറി കേട്ടോ, നല്ല വിശപ്പുണ്ട്. ഏകദേശം 4 മണിയായി, അതുകൊണ്ടാണ് ഭക്ഷണം കഴിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. അപ്പോൾ ബട്ടർ നാനും ഇതൊക്കെ നേരത്തെ വന്നു, ഇതിപ്പോഴേ വന്നിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ഫുഡ് കഴിക്കട്ടെ. ഗുഡ് മോർണിംഗ് യൂട്യൂബ്. നമ്മളിപ്പോൾ ഭുജ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണുള്ളത്. ഇത് നമ്മളെ കച്ച്, റൺ ഓഫ് കച്ചിലേക്കാണല്ലോ നമ്മൾ പോകുന്നത്. അതിൻ്റെ ഒരു 88 കിലോമീറ്റർ ദൂരെയാണ്. ഇന്നലെ നല്ല ലേറ്റായി ഇവിടെ എത്താൻ, ഏകദേശം 12:30 ഒക്കെ ആയി. നല്ല ടയേർഡായതുകൊണ്ട്
ഇന്നലെ നേരത്തെ കിടന്നുറങ്ങുകയും ചെയ്തു. അതായത് എത്തിയ ഉടനെ തന്നെ കിടന്നുറങ്ങി. നമ്മൾ കാറ് ചാർജ് ചെയ്യാനോ അങ്ങനത്തെ പരിപാടിക്കൊന്നും പോയില്ല. പിന്നെ ഈ ഭൂജ് എന്നുള്ള സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇവിടെ കാറ് ചാർജ് ചെയ്യുന്ന ചാർജിങ് പോയിന്റ്സ് വളരെ കുറവാണ്. ഒരു 2-3 ഉള്ളൂ. അതിൽ കുറേ എണ്ണം പണിയിലാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളെ ഹോട്ടൽ ഡോളർ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിൻ്റെ അവിടെ ഒരു ചാർജിങ് സെൻറ്റർ ഉണ്ട്. ഇത് അദാനിയുടെയാണ്. പക്ഷേ ഇത് വർക്കിംഗ് സ്റ്റാർട്ടായിട്ടില്ല. ഇപ്പോഴും അത് കംപ്ലൈൻറ്റിലാണ്. അപ്പോൾ അതിൻ്റെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ വേറെ ഉള്ളത് ടാറ്റ പവറാണ്. ടാറ്റ പവറിൻ്റെ ചാർജിങ് സെൻറ്ററിൽ പോയിട്ട് ചാർജ് ചെയ്യാം. ഓക്കെ. ഹോട്ടൽ ഡോളർ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ്. അവിടെ സ്റ്റേക്കുള്ള സൗകര്യം കൂടിയുണ്ട്. ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫുഡ് നമുക്ക് ആവശ്യമില്ലല്ലോ, നമ്മൾ കുക്ക് ചെയ്യാത്തതുകൊണ്ട് ഫുഡിൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. ഇവിടെ സ്റ്റേക്ക് വന്നത് ഏകദേശം 2250 രൂപയാണ്. ഞങ്ങൾ 3 പേരുണ്ട്. 3 പേരുള്ള ട്രിപ്പിൾ ബെഡാണ് കിട്ടിയിട്ടുള്ളത്. വലിയ കുഴപ്പമില്ലാത്ത നല്ല സ്റ്റേ ആയിരുന്നു. കാറ് ചാർജ് ചെയ്തിട്ടില്ല. ഈ കാറ് ചാർജ് ചെയ്യാനുണ്ട്. അപ്പോൾ അതും കൂടി ചാർജ് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ റാൻ ഓഫ് കച്ചിലേക്ക് പോകും. ഇവിടെ ചാർജ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഭുജിൽ. പക്ഷേ നമ്മൾ കുറേ ചാർജിങ് നെറ്റ്വർക്ക്സ് യൂസ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് ഇത്രയും വരുമ്പോൾ. അദാനിയുടെ ആണെങ്കിലും ജിയോ BP ആണെങ്കിലും പിന്നെ ചാർജ് മോഡാണെങ്കിലും ഗോയിസി ആണെങ്കിലും കുറേ എണ്ണം. പക്ഷേ ഇത്രയും അതപ്പതിച്ചൊരു ചാർജിങ് എന്ന് പറയുന്നത് ടാറ്റ തന്നെയാണ്. ടാറ്റ പവർ ഇത്രയും വൃത്തിയായിട്ട് എത്ര സ്ഥലത്തുനിന്ന് പോയാലും നമുക്ക് കണക്ഷൻ കറക്റ്റ് പ്രോപ്പറായിട്ട് കിട്ടില്ല. ഭയങ്കര മോശം കസ്റ്റമർ കെയർ സർവീസാണ്. ഭയങ്കര മോശമാണ്. വണ്ടി ഇപ്പോൾ ഇതുവരെ നമുക്ക് പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ ടാറ്റയുടെ EV ചാർജിങ് ഫെസിലിറ്റീസ് ഭയങ്കര മോശമാണ്. അപ്പോൾ ഇവിടെ ആരും വന്നിട്ടില്ല. പക്ഷേ ആപ്പിൽ കാണിക്കുന്നത് ഈ കേബിൾ വേറെ ആരോ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ട് കോൾ ചെയ്താൽ ആരെയും ഫോണ് കിട്ടുമൊന്നുമില്ല. അപ്പോൾ ഞങ്ങളൊന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അല്ലെങ്കിൽ ബാക്കിലൊരു അദാനിയുടെ ഒരു ചാർജിങ് സ്പോട്ട് ഉണ്ട്, പിന്നെ BPCLൻ്റെ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ചാർജ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ കസ്റ്റമർ കെയറുമായിട്ട് സംസാരിച്ചിട്ട് അവർ ആ പ്രോബ്ലം സോർട്ട് ചെയ്തു. ഇന്നലെ രാത്രി ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ നല്ല ലേറ്റായി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ലേറ്റ് ആയത് കാരണം ഞങ്ങൾ വരുമ്പോൾ തന്നെ ഒന്ന് ചാർജ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ഇതേപോലെ ടാറ്റ പവറിൽ തന്നെ. ഈ ഭുജിൽ 2 ടാറ്റ പവറേ ഉള്ളൂ. ബാക്കിയുള്ളതൊന്നും കുറച്ച് ദൂരത്താണ്. അപ്പോൾ സെൻട്രലിൽ നിന്ന് ഞങ്ങൾ അവിടെ പോയിട്ട് ചാർജ് ചെയ്യാൻ നോക്കിയിട്ട് അതും നടന്നില്ല. ഇങ്ങനെ ഭയങ്കരമായിട്ട് സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ഗ്ലിച്ചസൊക്കെ അതിലുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് രാത്രി കസ്റ്റമർ കെയറിനെ കുറേ തവണ വിളിച്ചു നോക്കി. പക്ഷേ 24 hours എന്ന് പറയുന്നുണ്ടെങ്കിലും നമുക്ക് രാത്രി ഒന്നും അവരെ കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. ഇന്നലെ കോളും കണക്റ്റ് ആയില്ല. അത് കാരണമാണ് നമ്മൾ രാവിലെ വന്നിട്ട് ഇവിടെ ഒന്ന് ചാർജ് ചെയ്യേണ്ടി വന്നത്. വണ്ടി ആകെ മെസ്ഡായി കിടക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നായിട്ട് ഫില്ല് ചെയ്തിട്ടും ക്ലിയർ ചെയ്തും കൊണ്ടിരിക്കുകയാണ്. ഫായ്സിന് പിന്നെ എന്തോ കോൾ ഉണ്ടായിരുന്നു എമർജൻസി ആയിട്ട്. അപ്പോൾ അതിൻ്റെ പിന്നാലെയായിരുന്നു. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. അതിൻ്റെ ഇടയിൽ അജയ് ഞങ്ങൾ ഉച്ചയ്ക്ക് എന്തായാലും ചപ്പാത്തിയും ചിക്കൻ കറി എന്തെങ്കിലും ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ് അജയ്. ഞങ്ങൾ വണ്ടിയിലാണ് കിടക്കുന്നത് പറഞ്ഞു. നമ്മളെ ബെഡ് ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇതാണ് നമ്മളെ ബെഡ്, കണ്ടോ? ഇവിടെ ഈ സൈഡിൽ നമുക്ക് ലഗേജും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ കിടക്കാനും പറ്റും. കണ്ടോ? ഇങ്ങനെ പില്ല് വെച്ചിട്ട് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ബെഡ് സെറ്റ് ചെയ്തേക്കുന്നത്. സമയം 12:49 എടാ ഇനി പോര്. ഞങ്ങൾ ചാർജിങ് 100% ആയിട്ടുണ്ട്. ഇനി നേരെ നമ്മളെ കയ്യിൽ ഫോണും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ഉപകാരമാണ് ഈ ഹാൻഡ് ഫ്രീ ജസ്റ്റർ കൺട്രോള്. നമുക്ക് സുഖമായിട്ട് വണ്ടി ഓപ്പൺ ചെയ്യാൻ പറ്റും. എന്തായാലും ഇനി നമ്മളെ സീറ്റ് ചെയർ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് പ്ലഗ് ഔട്ട് ചെയ്തിട്ട് പോവാണ്. ഹലോ, ഇനി നേരെ റാൻ ഓഫ് കച്ചിലേക്ക് പോവാണ്. ഇവിടെ ഭൂജിൽ തന്നെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് ട്രെയിൻ വഴി വരുന്ന ആൾക്കാർക്കൊക്കെ വളരെ സുഖമായിരിക്കും. ഇവിടെ റാൻ ഓഫ് കച്ചിൻ്റെ കച്ച് ഉത്സവിൻ്റെ പരിപാടികൾ ഇവിടെ നിന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ തന്നെ കുറേ ടെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അതേപോലെ ഇവിടുന്ന് ഡയറക്റ്റായിട്ട് കച്ചിലേക്ക് ബസ് സർവീസും പിന്നെ ട്രാവൽസിൻ്റെ
ചെറിയ വാനുകളുടെ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അത് ഇപ്പം ഇവിടുന്ന് തന്നെ ബുക്ക് ചെയ്തിട്ട് പോകാനൊക്കെ പറ്റുന്നതാണ്. നമുക്ക് എന്തായാലും വണ്ടി ഉള്ളതുകൊണ്ട് ഞങ്ങൾ നേരെ റാൻ ഓഫ് കച്ചിലേക്കാണ് പോകുന്നത്. ഞങ്ങളെ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന്. ഞങ്ങൾക്ക് എന്തായാലും അവിടെ പോയിട്ട് അവിടെ കച്ച് ഉത്സവമൊക്കെ എങ്ങനെയാണൊക്കെ നോക്കിയിട്ട് ചിലപ്പോൾ ഞങ്ങൾ ഇന്ന് അവിടെ സ്റ്റേ ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ ഇന്ന് രാത്രി അല്ലെങ്കിൽ അവിടുന്ന് പോരും. അങ്ങനെയൊക്കെയാണ് പ്ലാൻ. എന്തായാലും അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം.